ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴയ കാല ഓർമ്മയിലെ രുചിയായിട്ടുള്ള ഒരു മധുര പലഹാരവുമായിട്ടാണ്. മധുര പലഹാരം എന്ന് പറയുമ്പോൾ പുളിങ്ങാക്കുരുവും അരിയും വറുത്ത് പൊടിച്ച് തേങ്ങയും ശർക്കരയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മധുര പലഹാരം. അപ്പോൾ നമുക്ക് ഈ മധുര പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്കെല്ലാ വീഡിയോയിലേക്ക് പോകാം. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി കിച്ചൺ ടു സ്റ്റഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആ വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ പ്രധാന ഇൻഗ്രീഡിയൻസ് ഇതാണ് സംഭവം. എന്ന് വെച്ചാൽ നമ്മുടെ പുളിങ്കുരു കണ്ടോ, ഇത് വെച്ചാണ് നമ്മൾ അതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിൻ്റെ തൊലി നീക്കി കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. എന്നിട്ടാണ് നമ്മളതിൽ പൊടിച്ച് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റവിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഞാനൊരു ചൂട് കട്ടിയുള്ള നമ്മുടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിരിക്കുന്നത് നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പുളിങ്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലപോലെ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടിൽ തന്നെ നല്ല പെട്ടെന്ന് നല്ല മൊരിഞ്ഞ് ഫ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ നല്ല ചൂടിൽ തന്നെ ഇരുന്നോട്ടെ. ഇത് പിന്നെ എന്താ പറയുക, നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വറുത്ത് നമ്മളെ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് പോകുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു ഓർമ്മകളിലേക്കും കൂടിയാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പുളിങ്ങാക്കുരു നല്ല ഫ്രൈ ആയി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ തൊണ്ട് പൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം. ഇത് എന്താ പറയുക, അറിയാത്തവരും ഉണ്ടാവാം, അറിയുന്നവരും ഉണ്ടാവാം. അപ്പോൾ അറിയാത്തവർക്കും കൂടി ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം ഇത് ചിലപ്പോൾ ഇതെല്ലാവരും മറന്നുപോയൊരു വിഷയമായിരിക്കും. അപ്പോൾ അത് ഞാനൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്കിതപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് നീക്കിയെടുക്കാം. എന്തായാലും നമുക്കിതൊന്ന് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ. ഇവിടെ പിന്നെ കുരു ഇത് ചൂടാറി വന്നിട്ടുണ്ട്, പുളിങ്ങാക്കുരു എല്ലാം. ഞാനത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ വളരെ പെട്ടെന്ന് എളുപ്പമാണ്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്, ചെറിയ ജാറിൽ കുറേശ്ശെ ഇട്ടാൽ മതി. കൂടുതലിടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജാറിന് വല്ല കുഴപ്പം വന്നാലോ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് പ്രസ്. അപ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് നമ്മളെ പ്രസ് ബട്ടൺ ഉണ്ടല്ലോ ഇതിൻ്റെ, അത് ഇങ്ങനെ ഒന്ന് ഉണ്ടാവും. ഇത്രയും മതിയാവും. കുരുവെല്ലാം ഇത് കണ്ടില്ലേ. അപ്പം ഇങ്ങനെ നമ്മുടെ തൊലി പൊളിഞ്ഞ് കിട്ടും. കണ്ടോ, ഇത് നമുക്ക് പറക്കി മാറ്റാം. എന്നിട്ട് ബാക്കി പൊളിയാത്തത് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് നല്ലപോലെ തൊണ്ട് കളഞ്ഞ് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്കിതെല്ലാം ഇനി ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാം. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കാം. നമുക്കിത് നമ്മൾ രാവിലെ എടുക്കുള്ളൂ കേട്ടോ. ഇത് നല്ലപോലെ അങ്ങോട്ട് കുതിർന്ന് റെഡിയായി വരണം. അപ്പോൾ നമുക്കിത് നാളെ രാവിലെ എടുക്കാം. ഇത് കൂടുതൽ സമയം വെള്ളത്തിൽ കിടന്നുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. നല്ലപോലെ കുതിർന്ന് വരുമ്പോൾ നല്ല എന്താ പറയുക, സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയും ചെയ്യാം. ഇത് എന്താ പറയുക, എല്ലാവരും എടുത്ത് ചിലപ്പോൾ കാണില്ല. കാരണം നമ്മൾ ഈ വാളംപുളിയൊക്കെ പല സാമ്പാർ, രസം അതിലേക്കല്ലേ എടുക്കുകയുള്ളൂ. കൂടുതലും മീനിലേക്കൊക്കെ കുടംപുളി, മാങ്ങ, മറ്റു സാധനങ്ങളാണല്ലോ നമ്മൾ എടുക്കുക. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്കിതൊന്ന് കുതിരാനായിട്ട് സമയം നോക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പുളിങ്ങാക്കുരു ഇതുപോലെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1 കപ്പ് അരി. ഈ അരി ഇത് നമുക്ക് വറുത്ത് പൊടിക്കാനുള്ളതാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ഈ അരിയോട് കൂടെ നമുക്ക് വറുത്തിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ നമുക്ക് അരമുറി തേങ്ങ ചിരകിയത് വേണം. പിന്നെ നമുക്കിത് നെയ്യിൽ വറുക്കാനായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇത് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. പിന്നെ അല്പം നെയ്യ്, പിന്നെ നമുക്ക് നമ്മുടെ ഏലക്ക പൊടിച്ചത്
അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം, അരി ഒന്ന് വറുത്ത് പൊടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ പുളിങ്കുരു ഞാനിത് അതുപോലെ പൊടിച്ചെടുത്തു. കണ്ടോ, മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചു. അതുപോലെ തന്നെ അരി ഞാൻ വറുത്തു പൊടിച്ചെടുത്താണത്. ഈ അരി വറുക്കുന്നത് ഞാൻ കാണിക്കാതിരുന്നത്, നമ്മളിപ്പോൾ അരി വറുക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാട്ടോ കാണിക്കാതിരുന്നത്. പിന്നെ ഈ അരി വറുക്കുന്നതിൽ ഞാൻ അണ്ടിപ്പരിപ്പ് കാണിച്ചല്ലോ, അണ്ടിപ്പരിപ്പും അതോടൊപ്പം ഒരു കഷ്ണം ചുക്കും കൂടെ ഇട്ട് വറുത്തിട്ടാണ് ഇത് പൊടിച്ചെടുത്തത്. അപ്പോൾ അണ്ടിപ്പരിപ്പും ചുക്കും അരിയും കൂടെ വറുത്ത് പൊടിച്ചത്. പിന്നെ നമ്മൾ ശർക്കര അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുകയാണ് അടുത്ത ജോലി. അപ്പോൾ നമുക്കിനി നേരെ സ്റ്റവിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഫ്രൈ ആയി വന്നു, കോരിയെടുക്കാം. ഇവിടെ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. തേങ്ങ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പൊടികൾ ചേർക്കാനുണ്ട്. 1 സ്പൂൺ ഏലക്ക പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്. ഇനി ഇത് ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യത്തെ പുളിങ്കുരു പൊടിച്ചുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഒന്ന് നമ്മളെ ജീരകത്തിൻ്റെ മണം ഒന്ന് മാറിക്കോട്ടെ. ചെറിയ തീയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ തേങ്ങ പച്ചമണം മാറിയപ്പോൾ ഞാൻ തീ ചെറുതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ നമ്മുടെ പുളിങ്കുരുവിൻ്റെ പൊടി അതൊന്ന് ഇളക്കാം എല്ലാം കൂടി. നല്ലൊരു മണം കേട്ടോ, നമ്മുടെ പുളിങ്കുരു വറുത്ത് പൊടിച്ചതിന് നമ്മളിങ്ങനെ വാരി തിന്നാൻ തോന്നും, അത്ര നല്ലൊരു മണമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരി വറുത്തത് ചേർക്കാം. അതും കൂടെ നല്ലപോലെ എല്ലാം കൂടി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളും തേങ്ങയും എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഉരുട്ടിയെടുക്കലാണ് അടുത്ത ജോലി. നമുക്കിത് മുഴുവനും ഒഴിയിട്ട് ഇനി നമ്മൾ ഇത് ഉരുണ്ട് കിട്ടാൻ നനയാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ഒരല്പം ചൂടുവെള്ളം കുടഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഈ ശർക്കര പാനീനെ എല്ലായിടത്തേക്കും എത്തുമ്പോൾ കറക്റ്റ് ആവും. ഇപ്പോൾ ചൂടാണല്ലോ, അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലപോലെ ഇളക്കി കൊടുത്തു. അപ്പോൾ ഇത് എല്ലായിടത്തേക്കും നമ്മുടെ ആ ശർക്കര പാനി എത്തിയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ഇങ്ങനെ പിടിച്ചാൽ പിടി കൂടും, കണ്ടോ, ഇങ്ങനെ ഉരുണ്ട് വരും. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിന് മുന്നേ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ചൂടാറുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഭയങ്കര ചൂടാട്ടോ.
അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെയൊക്കെ ഒരു വലിപ്പത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് വരാം. ഓക്കെ, ഇതപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്സ് ഞാനെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി, എന്താ പറയുക, നല്ലൊരു രുചിയുള്ള നമ്മുടെ അരിയും പുളിങ്കുരുവും വെച്ചിട്ടുള്ള വറുത്ത് പൊടിച്ച് നെയ്യും തേങ്ങ എല്ലാം ചേർത്ത് ഉരുട്ടിയെടുത്ത് നല്ല സോഫ്റ്റായ നല്ല സൂപ്പർ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു രുചിയാണിത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാകുമ്പോഴൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.